ഗൈസ്, ജർമ്മനിയിലെ ആദ്യത്തെ ഓണം കൂടാൻ പോണെയാണ്. കുറേ പരിപാടി ഉണ്ട്, അതൊന്നും നമുക്ക് വിഷയമല്ല. ഫുഡ്, ആ പ്രത്യേകിച്ച് പപ്പടവും പഴവും പായസവും, ഇത് ഉദ്ദേശിച്ച് മാത്രമാണ് ഇന്ന് പോണത്. എന്തായാലും ഓണത്തിന് പോകാൻ പറ്റിയ കോസ്റ്റ്യൂം. 5:30 നേരം വിളിക്കുമായിരുന്നു. ഇപ്പോൾ 7 മണി കഴിഞ്ഞ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ 8 ഡിഗ്രിയാണ്. പക്ഷെ എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കണം. -2 ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും എന്താവോ. അത് സെയിമാണോ? നിങ്ങൾ എവിടെ വാങ്ങിയത്? ഞങ്ങക്ക് ലിഫ്റ്റ് തന്ന് 8 മണി വരെ. യൂണിഫോം ഇട്ടിട്ട് വന്നേക്കണേ 3 ട്രഡീഷണൽ ലുക്കിൽ വെള്ളാന്ന് പറഞ്ഞത് മാടപ്രാവിന്റെ തുറന്നിട്ടില്ല. 9 മണി മുതൽ തുറക്കോളൂ. പകുതി വഴിയെ വിശന്നു ഗൈസ്. അപ്പോൾ ഇൻഫ്ലുവൻസർ ചേച്ചിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്തെങ്കിലും നടപടിയാക്കി തരും. ആൾക്കാരൊക്കെ നോക്കി നിൽക്കണം. നിങ്ങളാ എന്താ ഫാൻസാ. സ്ഥലത്തെത്തി ഗൈസ്. കണ്ടോ ആറ്റിറ്റ്യൂഡ് കണ്ട. ഇരട്ട പറ്റ പോലില്ലേ രണ്ടും. കണ്ട, ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക്. ഈ കാണാൻ പോണത് പബ്ലിക് റിയാക്ഷൻ ആണ്. ഹായ്. Onam. Ja, Onam. Was bedeutet Onam? Es ist ein Fest, ein dickes Fest. Also, wir kommen aus Tulln. ജർമ്മനാണ്. എന്തോ പറഞ്ഞു ചേച്ചിക്കറിയാ. ഞാൻ ആരൊക്കെ ഉണ്ടല്ലോ അതാ പറയണേ. ജർമ്മൻകാര് പോലും പിടിച്ചു നിർത്തി ചോദിക്കണേ നിങ്ങളെ കണ്ടിട്ട്. പവറ്. സർ, ചേച്ചിക്ക് ജർമ്മൻ അറിയാം, അതുകൊണ്ട് ഗൈസ് എത്താറായി. ശെത്തി ഇത്രയും കയറ്റം കയറിയിട്ട് എത്തി. ജർമ്മനിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ടോയ്ലറ്റ് ഉണ്ടാവും. ചന്ദനന്റെ കാണില്ല ചേച്ചിയുടെ ചന്ദനം. പാവമാവേലി തണുപ്പത്ത് തുണിയിലാണ്ടിക്കണ കണ്ടില്ലേ. കുറെ നാൾക്ക് ശേഷം കുറെ മലയാളികളെ ഒന്നിച്ച് കണ്ട് കുറെ മലയാളം സംസാരിക്കണവരാ തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് ആറ്റിറ്റ്യൂഡാണ് മെയിൻ. ഫോട്ടോഗ്രാഫി സ്കിൽ എന്നാ കിട്ടുന്നത് കടി തന്നെ എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസംഗമാണ് ഗൈസ്. 2 മണിക്കൂറുണ്ട് സദ്യ കിട്ടാൻ. പ്രസംഗം കേൾക്കണ എന്തൊരു ആസ്വാദനം. കയ്യൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ശ്രദ്ധ. സിനിമാറ്റിക് ഡാൻസ് ആയി ഗൈസ്. ഗൈസ്, അമ്മമാരെ കളിപ്പിക്കുക.
കഴിഞ്ഞ് പിന്നെന്തൊക്കെ കഴിഞ്ഞ് സിംഗിൾ സോങ് കഴിഞ്ഞ് ഗ്രൂപ്പ് സോങ് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സദ്യ മാത്രം വന്നിട്ടില്ല. ചെക്കന്മാരുടെ പരിപാടി കഴിഞ്ഞ് എന്തായാലും സദ്യ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കണത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സദ്യ ആയിരിക്കും. ഇത്രയും ഞാൻ കാത്തിരുന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സദ്യ ഒരുങ്ങുകയാണ് ഗൈസ്. ഇത്ര വിശന്നിരുന്നപ്പോ ഇവരെന്നാ പന്തിയിൽ ഇരുത്തിയില്ല, ഫസ്റ്റ് പന്തിയില്. ഇനിയിപ്പോ രണ്ടാമത്തെ പന്തി കഴിയണവരെ വെയിറ്റ് ചെയ്യണം. ഇൻഫ്ലുവൻസർ ആണ് പോലെ ഇൻഫ്ലുവൻസർ കൊണ്ടുവരാന്ന് പറഞ്ഞു. പഴന്തേ അത് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് പിള്ളേരുടെ ഏത് പിള്ളേരുടെ ബിസ്ക്കറ്റ് ആണ് എടുത്തുണ്ടോന്നത്? ലാസ്റ്റ് സാധനം വേണം, എനിക്ക് വേണം. ആ എവിടെയെങ്കിലും ഇട്ടോ. വീഡിയോ എടുക്കാനുള്ള ത്രാണിയില്ല, പക്ഷെ ആഹാ നന്നായിട്ട്. നമ്മുടെ പപ്പടം ഞാൻ എടുക്കില്ല, പപ്പടം പായസത്തിന് വേണ്ടിയിട്ടാ. കുറച്ച് ഇത്, കുറച്ച് കടലക്കറി, പരിപ്പ് വേണ്ട, പക്ഷെ എല്ലാരും കൂടി മിക്സ് ആക്കണം. കഴിക്കാൻ പോണേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഗംഭീരം. എങ്ങനെയുണ്ട് പറ. കൊള്ളാം, നല്ല രസമുണ്ട്. കഴിച്ചു തീർത്തിട്ട് വരാം. ഞാൻ പായസത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം, നല്ല സദ്യ ഇരുന്ന് 2 പ്രാവശ്യം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് വേറെ ഇറങ്ങി. മങ്കൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? എന്ത് സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്? അവിടെ ചെല്ലാൻ നടക്ക, നമസ്കാരം പറയാ, ഞാൻ മങ്കൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാ. ടെൻഷൻ അടിച്ചിരിക്കുന്ന സൂരജ്.
വടംവലി ഗൈസ്, വടംവലി. ഇന്നത്തെ ആൾക്കാര് വെള്ളം കുടി തുടങ്ങി. തുടക്കണേന് മുന്നേ വെള്ളം കുടി. നമ്മുടെ പിള്ളേർ ഇറങ്ങി. റെഡി. അധ്വാനിക്കുന്നവരുടെ കൈ എവിടെ? നിന്റെ എവിടെ? എല്ലാവരുടെ ഭീമന്റെ പ്രൈസ് എക്സ്പ്രഷൻ നമുക്ക് ഇപ്പോഴും വെച്ചേക്കാം. കിട്ടാൻ പോകുന്നത് കിട്ടാൻ പോകുന്ന അനൗൺസ് ചെയ്യും. ആരും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പോയി പറയാം. അയ്യോ, വീട്ടിൽ പോവാം. അവർക്ക് തെറ്റിയതാടാ. തെറ്റെല്ലാവർക്കും പറ്റും. ഏതൊരു പോലീസുകാരും പറ്റുമല്ലോ. നമുക്ക് പോവാം. ഡ്രോൺ പറത്താൻ പോണേ ഗൈസ്. എന്തോരാ പറത്താതെ. ആ പിന്നല്ലാണ്ട് എല്ലായിടത്തും വേണമല്ലോ. കാറ്റ് ഭംഗി. പോയി തലയിൽ കൊണ്ടേ വെക്ക. തലയിൽ കൊണ്ടേ വെക്ക്. വേണ്ട, എനിക്ക് വീഡിയോ എടുക്കണം. അത് വന്നില്ലെന്ന് വിളിച്ചിട്ട് നിന്റെ തല കണ്ടിട്ട് വന്നില്ലേ പോകുന്നത്. ഇവരുടെ കലാപരിപാടി കേക്കാൻ പോൺ. പാട്ടാലിടും. അത് എവിടെയോ പോയി. നീ പോണേ. തിരിച്ചു വരാൻ പറ. എന്തിങ്ങനെ അത് ആരിഫ്? ആ ഓക്കെ. ഇത് മാറുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ ബൈ. നിനക്കും ബൈ. ടാറ്റാ, ബൈ ബൈ. ഹാപ്പിയോ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോണേണ്. കൊള്ളാം.